ഈ ലോകത്തെവിടെയോ ഉള്ള ഒരു ഹൈസ്കൂളിൽ കുറ്റവാളികൾ ഒരു വിദ്യാർത്ഥിയുടെ മേൽ നോട്ടം വെച്ചിരുന്നു. അതിൽ എപ്പോഴും ശല്യപ്പെടുത്തിയിരുന്ന ഒരു വിദ്യാർത്ഥിയെ ഈ കുട്ടിക്ക് തിരിച്ചടിക്കാൻ ധൈര്യമില്ലായിരുന്നു. അതിന്റെ പേരിൽ അവൻ തന്നെ വെറുത്തു. കണ്ണടച്ച ആളുകളെയും അവൻ വെറുത്തു. എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിലും ഈ വേദനയെല്ലാം അവനെ അനുഭവിക്കാൻ അനുവദിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, എല്ലാത്തിനുമുപരിയായി അവൻ തന്റെ ദയനീയമായ സ്വയത്തെപ്പോലെ തന്നെ ഭീഷണിപ്പെടുത്തുന്നവരെയും വെറുത്തു. അതുകൊണ്ടാണ് രാവും പകലും അവൻ എപ്പോഴും ആഗ്രഹിച്ചത് ഈ ജീവിതം വീണ്ടും ചെയ്യാനുള്ള അവസരം. മറ്റൊരു ലോകത്തേക്ക് വിളിക്കപ്പെട്ടപ്പോൾ അവൻ അങ്ങനെ ചെയ്തതായി തോന്നുന്നു. ഇത് സ്വയം വീണ്ടെടുക്കാനും ജോലിയിൽ തിരികെ പ്രവേശിക്കാനുമുള്ള അവസരമാണെന്ന് അവൻ കരുതി. പക്ഷേ ഇപ്പോൾ അവൻ യമത്തട്ടുടാക്കു എന്നും അറിയപ്പെടുന്ന പുതിയ മിശിഹ ആക്കുന്നു. എന്നാൽ ഈ ബദൽ ലോകത്തിന് ദി ഡെമോൺ ലോർഡ് എന്നു പേരുള്ള ഒരു അസ്തിത്വം ഉണ്ടായിരുന്നു. അതിന്റെ ശക്തി കാരണം ആളുകൾ അതിനെ ഭയപ്പെടാൻ തുടങ്ങി. ഒടുവിൽ അവരുടെ ജീവിതം ദീർഘകാലാടിസ്ഥാനത്തിൽ കഷ്ടപ്പെട്ടു. അങ്ങനെ അവൻ അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചു. സത്യം പറഞ്ഞാൽ തന്നെപ്പോലുള്ള ഒരു വ്യക്തിക്ക് തന്റെ ശല്യക്കാരെ ധിക്കരിക്കാൻ കഴിയില്ലെന്ന് അവനറിയാം. രാക്ഷസ് പ്രഭുവിനോട് യുദ്ധം ചെയ്യാൻ തന്റെ ജീവൻ പണയപ്പെടുത്താൻ കഴിയില്ല. എന്നിരുന്നാലും വിശുദ്ധ എഡൽവീസിനെ കണ്ടുമുട്ടിയപ്പോൾ കാര്യങ്ങൾ മെച്ചപ്പെട്ടതായി തോന്നുന്നു. ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ ശക്തനാകാൻ അവനെ പഠിപ്പിക്കുന്നയാൾ താൻ മുമ്പ് ഉണ്ടായിരുന്ന അതേ വ്യക്തിയല്ലെന്നും ഇപ്പോൾ ഈ ബദൽ ലോകത്ത് ആളുകൾ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണെന്നും അവൻ അംഗീകരിക്കുന്നു. അതിനാലാണ് അവൻ വളരെയധികം പരിശ്രമിച്ചുകൊണ്ട് ഇപ്രാവശ്യം തന്നെയോ തന്റെ ആളുകളെയോ നിരാശപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും പുരോഗതിക്കായി അവൻ സഹിഷ്ണുത പുലർത്തും. രാവും പകലും തന്റെ ഏറ്റവും മികച്ച പരിശ്രമം ചെയ്തതിനാൽ അവന്റെ സ്ഥിരോത്സാഹത്തിന് ഫലമുണ്ടായതായി തോന്നുന്നു. എന്നാൽ അവൻ എന്ത് നന്മ ചെയ്താലും കഠിനമായ പരിശീലനത്തിന് മാസങ്ങൾക്ക് ശേഷവും ആളുകൾ അവനെ മോശക്കാരനായി കണക്കാക്കുന്നു. യമറ്റോ ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ എത്തുന്നു. അവന്റെ അമാനുഷിക കഴിവുകളും ശക്തിയും കാരണം ആളുകൾ ഇപ്പോൾ അവനെ ഒരു രാക്ഷസനായി കാണാൻ തുടങ്ങി. ആരാച്ചാർ പറയുന്നതനുസരിച്ച് യമറ്റോ അസുരപ്രഭുവിനെ പരാജയപ്പെടുത്താൻ കഴിയുന്ന ഒരു ശക്തിയുള്ള മറ്റൊരു ലോകക്കാരനാണ്. പക്ഷേ അവർ ജാഗ്രത പാലിക്കാൻ ശ്രമിക്കുന്നതു മറ്റുള്ളവരെപ്പോലെ മനുഷ്യത്വത്തെ ഒറ്റിക്കൊടുക്കാനും ലോകത്തെ നശിപ്പിക്കാനും യാമിന് കഴിയും മുമ്പ് അവരുടെ മനസ്സിനെ ദൃഢപ്പെടുത്താൻ കഴിയുന്നത്രയും അവനെ ഇതിനകം തന്നെ കൈകാര്യം ചെയ്യണം. തുടർന്ന് ഈ ആളുകളിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നതിനു പകരം മാജിക് സീലിംഗ് ബ്രേസുകൾ ഉപയോഗിച്ച് അവനെ കഫ് ചെയ്യപ്പെട്ടു. അവന്റെ പ്രയത്നങ്ങൾക്ക് അംഗീകാരം ലഭിക്കട്ടെ. വധശിക്ഷയ്ക്ക് മുമ്പ് ആരാച്ചാർ അവനോട് അവസാന വാക്കുകൾ ചോദിക്കുന്നു. പക്ഷേ സംസാരിക്കാൻ പോലും കഴിയുന്നതിനു മുമ്പ് ജനക്കൂട്ടം യമറ്റോയെ ഈ തൽക്ഷണം തിടുക്കത്തിൽ കൊല്ലാൻ ആവശ്യപ്പെടാൻ തുടങ്ങി. യമറ്റോയ്ക്ക് തന്റെ ജീവിതത്തെക്കുറിച്ചുള്ള സ്മരണകൾ അല്ലാതെ തനിക്കുവേണ്ടി പോരാടാൻ പോലും അവസരം ലഭിച്ചില്ല എന്ന് പറഞ്ഞു. എന്നാൽ അവസാനം വരെ യാം തന്റെ സംയമനം പാലിച്ചു. താൻ ഒരു വികാരവും മുഖത്ത് കാണിച്ചില്ല എന്ന് ഉറപ്പുവരുത്തി. എന്നിരുന്നാലും ആൾക്കൂട്ടത്തിനിടയിൽ കരയുന്ന ഒരാളുണ്ട് യമാറ്റോയുടെ ജീവിതം. ഇത് മറ്റാരുമല്ല, എഡൽവീസ് ആക്കുന്നു. അവൾ തനിക്കുള്ളതെല്ലാം ഉപയോഗിച്ച് യമറ്റോയെ സഹായിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവളുടെ ശക്തിയും അധികാരവും പര്യാപ്തമല്ലെന്ന് തോന്നി. അവൾ അവിടെ അവനുവേണ്ടി പോരാടുന്നത് കണ്ടപ്പോൾ യമറ്റോ സന്തോഷിച്ചു. ജനങ്ങളിൽ നിന്ന് സ്വീകാര്യത ലഭിച്ചില്ലെങ്കിലും ഈ ജീവിതത്തിൽ ഒരാളെങ്കിലും അവനുവേണ്ടി കണ്ണീർ പൊഴിച്ചു. അതുകൊണ്ടാണ് ആ നല്ല നാളുകളെ ഓർത്തെടുക്കാൻ കഴിയുന്നതിനു മുമ്പ് ഒരു അവസരം നൽകിയിരുന്നെങ്കിൽ അവന്റെ ജീവിതം സന്തോഷകരമായിരിക്കുമെന്ന് അയാൾക്ക് ഉറപ്പുണ്ട്. പെട്ടെന്നു യമറ്റോയുടെ തല ശരീരത്തിൽ നിന്ന് വേർപെട്ടു. എന്നാൽ നിമിഷങ്ങൾക്കകം അവൻ ഒരു ആശുപത്രി കിടക്കയിൽ കിടക്കുന്നതായി കണ്ടെത്തുന്നു. അതിനാൽ അവൻ യഥാർത്ഥ ലോകത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടോ എന്ന് അവൻ ചിന്തിക്കാൻ തുടങ്ങുന്നു. അന്നുതന്നെ അവൻ മരിച്ചു. പക്ഷേ അത് അവൻ സ്വയം അറിയാമെന്നതിനാൽ അത് ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്നാൽ മറുലോകത്തെ ആ 3 വർഷങ്ങൾ ഒരു സ്വപ്നം മാത്രമായിരിക്കാൻ ഒരു വഴിയുമില്ല. പക്ഷേ തനിക്ക് കഴിയാത്ത കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അർത്ഥശൂന്യമാണെന്ന് അവൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ മനസ്സിലാക്കുക, ഉത്തരം കണ്ടെത്തണമെങ്കിൽ അവൻ ആദ്യം സാഹചര്യം സ്ഥിരീകരിക്കണം. ജനാലയിലെ തന്റെ പ്രതിബിംബത്തിലേക്ക് നോക്കുമ്പോൾ ചതവുകൾ കൊണ്ട് മൂടിയിരിക്കുകയാണെന്ന് മനസ്സിലാക്കുമ്പോൾ അയാൾ ഞെട്ടിപ്പോയി. കൂടാതെ അവൻ നിരവധി എല്ലുകൾ ഒടിവുകളും ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു ലോകത്തിൽ നിന്ന് താൻ പഠിച്ച ശക്തികൾ ഉപയോഗിക്കാൻ അവൻ ശ്രമിച്ചത് അസാധ്യമാണെന്ന് തോന്നുന്നു. അതിശയകരമെന്നു പറയട്ടെ, അത് പ്രവർത്തിച്ചതായി തോന്നുന്നു. വേദന ഇപ്പോൾ ഇല്ലാതായി. ഒടുവിൽ അയാൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയും. അതിനാൽ അയാൾക്ക് മാന്ത്രികവിദ്യ ഉപയോഗിക്കാമെന്ന വസ്തുത അർത്ഥമാക്കുന്നത് അവൻ സംഭവിച്ചതെല്ലാം ഒരു സ്വപ്നമായിരുന്നില്ല. പക്ഷേ അവൻ ഇപ്പോൾ ദിവാസ്വപ്നം കാണുകയായിരിക്കുമെന്ന ചിന്ത അവന്റെ മനസ്സിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല. അപ്പോൾ പെട്ടെന്ന് അവന്റെ അമ്മയെന്ന് കരുതപ്പെടുന്ന ഒരു സ്ത്രീ ഡോക്ടറോടൊപ്പം വന്നു. യമറ്റോ ചലിക്കുന്നത് കണ്ട് അവർ ആവേശഭരിതരായി. എപ്പോൾ വേണമെങ്കിലും ഇത് സംഭവിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. അക്ഷരാർത്ഥത്തിൽ അവന്റെ എല്ലായിടത്തും എല്ലുകൾ ഒടിഞ്ഞു ഇരിക്കുകയാണ്. എന്നാൽ വിചിത്രമായ കാര്യം എന്തെന്നാൽ യാമിന് ഈ സ്ത്രീയെക്കുറിച്ച് ഓർമ്മകളൊന്നുമില്ല എന്നതാണ്. അവനു എന്ത് നടക്കുന്നു എന്ന് ഉറപ്പു ഇല്ലാത്തതുകൊണ്ട് അവൻ ഓർമ്മക്കുറവ് പോലെ അഭിനയിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് അമ്മ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു. അവൻ സ്കൂളിന്റെ മേൽക്കൂരയിൽ കുറച്ച് സുഹൃത്തുക്കളോടൊപ്പം കളിക്കുകയായിരുന്നു. വേലി തകർന്നപ്പോൾ അവൻ വഴുതി വീണു. അവനെ വിശ്വസിച്ച് ഡോക്ടർ അത് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവന്റെ പേര് കുസാഗി ടാക്കു എന്നാണോ എന്ന് ഡോക്ടർ ചോദിച്ചു. അതിന് ടാക്കു ഒരു നിമിഷം കൊണ്ട് മറുപടി പറഞ്ഞു. കാര്യങ്ങൾ ഇതിനകം പരിഹരിച്ചു കഴിഞ്ഞു. ഡാക്കോയുടെ മുറിവുകൾ എളുപ്പത്തിൽ ഭേദമായെന്ന് ഡോക്ടർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത് ഒരു പ്രഗത്ഭനായ രോഗശാന്തിക്കാരൻ പോലും അസാധ്യമാണ്.
എന്നതിനാൽ ഈ പ്രസ്താവന തകുരുവിനെ അത്ഭുതപ്പെടുത്തി. ഇത് മറ്റൊരു ലോകമല്ലെങ്കിലും ഇവിടെയും രോഗശാന്തിക്കാർ ഉണ്ടോയെന്നു അവൻ ചിന്തിച്ചു. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ടാക്കോയുടെ അച്ഛൻ ആശ്വാസത്തിനായി നിലവിളിച്ചുകൊണ്ട് രംഗത്തെത്തി. ഈ സമയത്ത് അവന്റെ കുട്ടി ജീവിച്ചിരിപ്പുണ്ട്. ഡാക്കുവിന് ഇവർ ആരാണെന്നോ ഇനി എന്താണ് സംഭവിക്കുന്നതെന്നോ മനസ്സിലാകുന്നില്ല. പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടാണ് മാതാപിതാക്കളുടെ സ്നേഹം അവൻ അനുഭവപ്പെടുന്നത്. എന്നതിനാൽ അത് യഥാർത്ഥത്തിൽ ആർക്കാണോ ഈ സ്നേഹം തിരികെ നൽകേണ്ടതു എന്നും അതിന് താൻ ഒരു വഴി കണ്ടെത്തുമെന്ന് അവൻ ശരീരത്തിന് വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ കുറച്ചു സമയത്തേക്ക് അയാൾക്ക് ഈ വികാരം ആസ്വദിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. എന്നിരുന്നാലും അവന്റെ മാതാപിതാക്കൾ അല്പം ആശങ്കാകുലനായതിനാൽ അവൻ എല്ലാത്തരം പരിശോധനകളും ചെയ്യേണ്ടിവന്നു. കാരണം ഫലങ്ങൾ എല്ലാം അവൻ വളരെ ആരോഗ്യവാനാണെന്ന് കാണിക്കുന്നു. അതിനുശേഷം ആശുപത്രി അവനെ ഡിസ്ചാർജ് ചെയ്തു. പോകുന്ന വഴിയിൽ ഹോസ്പിറ്റലിലെ സാങ്കേതിക വിദ്യ തനിക്കറിയാവുന്നതിലും കൂടുതൽ ഭാവിയിലാണെന്ന് തോന്നി. എന്നാൽ ഇവിടെ എല്ലാവരും ജാപ്പനീസ് സംസാരിക്കുന്നതിനാൽ ഇത് ജപ്പാൻ ആയിരിക്കണം. അവൻ ജപ്പാനിൽ തക്കു യമാറ്റോ ആയിരുന്നപ്പോൾ അത് വർഷം 2000 ആയിരുന്നു എന്ന് വ്യക്തമായി ഓർക്കുന്നുണ്ടെങ്കിലും ഇത് ഏത് വർഷമാണെന്ന് അറിയാൻ സ്റ്റിയറിംഗ് വീലിന്റെ വശത്ത് സ്ക്രീനിനു മുന്നിൽ മിന്നുന്ന വാർത്തകൾ അവൻ സൂക്ഷ്മമായി നോക്കുന്നു. ആ പ്രത്യേക ദിവസം മെയ് മാസത്തിന്റെ അവസാനത്തെ അടയാളപ്പെടുത്തുന്നു. അവർ ഇപ്പോൾ 2040-ലെ ചൂടുനീരുറവയിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്. അതിനർത്ഥം അവൻ യമാറ്റോ ആയി ജീവിച്ചിട്ട് 40 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷേ താക്കുരുവിനെ അതിശയിപ്പിച്ചത് ഈ ലോകത്തു ഇപ്പോൾ സ്വന്തമായി വേട്ടക്കാരുണ്ട്. തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തി ജനങ്ങളുടെ ദൈനംദിന ജീവിതം അവർ സംരക്ഷിക്കുന്നു. ഈ വേട്ടക്കാർ പോരാടുന്ന രാക്ഷസന്മാരിൽ ചില രാക്ഷസന്മാർ ഇവിടെ ഉണ്ടാകേണ്ടതു അല്ലെന്നും മറ്റേതെങ്കിലും ലോകത്തായിരിക്കണമെന്നും കരുതുന്നു. ഇത് ടാക്കുവിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. യമാറ്റോ അതിനെക്കുറിച്ച് ചോദിച്ചു. ഒരു വേട്ടക്കാരൻ വളരെ വിചിത്രനാണെങ്കിൽ അവർ മാന്ത്രികവിദ്യ ഉപയോഗിച്ച് പോരാടുന്നു. അപ്പോ യമാറ്റോ തനിക്കും വേട്ടക്കാരൻ ആകണം എന്ന് പറഞ്ഞു. നീ ദുർബലാന്, നീ അവിടെ പോയാൽ നിന്റെ പൊടി പോലും കാണില്ല എന്ന് അവർ മറുപടി പറഞ്ഞു. ഇതെല്ലാം ഈ ലോകത്തിൽ സാധാരണ ആയി എല്ലാവരും കരുതുന്നു. അതിനാൽ ഇത് ജപ്പാനാണെങ്കിലും ഇത് ഇപ്പോഴും ആ ലോകത്തോട് സാമ്യമുള്ളതാണെന്ന് ടാക്ക് യമാറ്റോ മനസ്സിലാക്കി. അധികം താമസിയാതെ ഒരു രാക്ഷസൻ പെട്ടെന്ന് ശക്തികൾ ഉപയോഗിച്ച് അവരുടെ കാരിനു മുന്നിൽ ആക്രമിച്ചപ്പോൾ അവൻ മറ്റേതോ ലോകത്തുനിന്ന് നേടിയെടുത്ത ശക്തികൾ ഉപയോഗിച്ച് അവന്റെയും മാതാപിതാക്കളുടെയും ജീവൻ രക്ഷിച്ചു. പക്ഷേ ഒടുവിൽ അവർ രക്ഷപ്പെട്ടു എന്ന് കരുതി ഇരുന്നപ്പോ പെട്ടെന്ന് ഒരു ഗേറ്റ് പ്രത്യക്ഷമായി. അത് കണ്ട് ടാക്ക് നിശ്ചലമായി. അത് ഗേറ്റ് ബ്രേക്കാണ്. ആ ഗേറ്റ് വഴി ഓഗ്രകൾ ഒന്നൊന്നായി അവരുടെ മുന്നിൽ വരാൻ തുടങ്ങി. കൂടാതെ കിങ്ഡം ട്രെയിൻ നൈറ്റ്സിന് പോലും അതിലെ ഒരു രാക്ഷസനെ വീഴ്ത്താൻ കഴിയില്ല. ഒരു സാധാരണ മനുഷ്യന് അതിന്റെ മുന്നിൽ നിൽക്കാൻ കഴിയില്ല. പക്ഷേ ടാക്കുവിന് ആ രാക്ഷസന്മാരെ എളുപ്പമായി നേരിടാൻ കഴിയും. കാരണം അവൻ മാജിക് ശക്തികൾ ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അവന്റെ യഥാർത്ഥ ശക്തി പുറത്ത് കാണിക്കാൻ അവൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം മുമ്പത്തെ ലോകത്ത് അവൻ ശക്തി കാണിച്ചതിന്റെ പേരിൽ അവനെ ആളുകൾ കൊന്നു. അതിനുപരി ഇപ്പോ അവന്റെ ഈ ശരീരം അവന്റെ യഥാർത്ഥ ശരീരവും അല്ല. ഇതെല്ലാം ചിന്തിച്ചപ്പോൾ അവൻ ഓടുക അല്ലാതെ വേറെ നിവർത്തി ഇല്ല. പക്ഷേ ഓടുന്നതിന്റെ ഇടക്ക് അവന് അവന്റെ മാതാപിതാക്കളെ ആ ഓഗ്രെ പിടിക്കാൻ വരുന്നത് കണ്ടു. പിന്നെ വേറെ ഒന്നും ചിന്തിക്കാതെ അവൻ ആ ഓഗ്രയെ മാജിക് ശക്തിയാൽ അറ്റാക്ക് ചെയ്തു. പക്ഷേ എന്നിട്ട് അവൻ മാതാപിതാക്കളുടെ അടുത്ത് പോയി പറഞ്ഞു, അടുത്ത് എവിടെയോ ഉള്ള ഒരു ഹണ്ടർ ആ ഓഗ്രയെ കൊന്നു എന്ന്. അത് കേട്ടതും അവന്റെ പാരൻസിന് കുറച്ചു ആശ്വാസമായി. അതിനുശേഷം അവർ അവിടെ നിന്നും പോകുന്നു. പക്ഷേ ഇപ്പോൾ ഡാക്കോയ്ക്ക് വേറെ ഒരു പ്രശ്നം ഉടലെടുക്കുന്നു. ആദ്യം അവൻ അറ്റാക്ക് ചെയ്തതിനുശേഷം വേറെ എവിടെയോ നിന്നും വേറൊരു അറ്റാക്ക് വന്നു. ഇത് പിന്നീട് ടാക്കുവിന് പ്രശ്നം ആകുമോ എന്ന് അവൻ വിചാരിച്ചു. ഇപ്പോ അവന്റെ പാരൻസ് ഷോക്കിൽ ആണ്. അതുകൊണ്ട് അവൻ ഇതിനെ നിസ്സാര കാര്യം പോലെ കണക്കാക്കി പിന്നീട് ഇതിനെക്കുറിച്ച് ഓർക്കാം എന്ന് തീരുമാനിച്ചു. അവരുടെ കാർ ഇപ്പോ നശിച്ചതിനാൽ അവർ വീട്ടിലോട്ട് നടക്കാൻ തീരുമാനിച്ചു. ഇതെല്ലാം നടന്നാലും ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് വേറെ പ്രശ്നങ്ങൾ ഒന്നും സംഭവിച്ചില്ല എന്ന പേരിൽ അവർ ആശ്വാസിച്ച് മുന്നോട്ടു നടന്നു. ഇത്രയും വലിയ ഒരു പ്രോബ്ലം നടന്നെങ്കിലും ആർക്കും ജീവഹാനി സംഭവിച്ചിട്ടില്ല എന്ന് ഓർത്തതിൽ അവൻ സമാധാനം തോന്നി.